ഇറ്റ്സ് അണ്ടർ കൺട്രോൾ. ഇല്ല ഒന്നുമില്ല, ടോട്ടലി അണ്ടർ കൺട്രോൾ. പേഷ്യൻസ് എല്ലാം സേഫ് ആണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. കറക്റ്റ് അറിയില്ല, നമ്പേഴ്സ് അറിയില്ല. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഈ ഒരു ഫ്ലോറിന് മാത്രമായിരിക്കും. തൊട്ട് താഴെ ഫയർഫോഴ്സ്, നമ്മുടെ സംവിധാനവും ഫയർഫോഴ്സും രണ്ടും ഇൻവോൾവ് ആയിരുന്നു. എല്ലാം അണ്ടർ കൺട്രോൾ. ഇല്ല ഓക്കെ, താങ്ക് യു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും പഴയ പോലെ തന്നെ അതെ, ഇറ്റ്സ് വെൽ അണ്ടർ കൺട്രോൾ. ഒരു കുഴപ്പമില്ല. അറിയില്ല. ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്, അവരെല്ലാം സേഫായിട്ട് ഞങ്ങൾ അവർ വെക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം സേഫാണ്. അതെ, താങ്ക് യു. ആശുപത്രി അധികൃതർ പറയുന്നത് തീ നിയന്ത്രണ വിധേയമാണ്. അവിടെ ഒന്നും നമുക്കറിയാം. നമ്മൾ വരുമ്പോഴേക്കും നല്ല തീ പോഞ്ഞോണ്ടിരിക്കുകയായി. അതൊന്നും അറിയില്ല. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ വന്നപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം. ആശുപത്രിയിലെ അഗ്നി രക്ഷാ ഉപകരണങ്ങളും ഒപ്പം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇടപെട്ടാണ് വളരെ പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഈ 9ാം നിലയിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് ഈ തീ പടർന്നു പിടിച്ചില്ല. ആ തീ പടർന്ന ഭാഗം വെച്ച് തന്നെ ആ തീ കെടുത്താൻ കഴിഞ്ഞു. ശീതീകരണ സംവിധാനങ്ങൾ, അതായത് AC ചില്ലിംഗ് യൂണിറ്റാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. വലിയ പുകയാണ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നത്. ഒരു വലിയ തീപിടുത്തത്തിന്റെ ഒരു രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഏറ്റവും ആശ്വാസകരമായി മാറുന്ന ഒരു കാര്യം. ICU, അതായത് തീവ്രപരിചരണ വിഭാഗം അടക്കം പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിന് താഴെ 8ാം നിലയിലും ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ മാത്രമാണ് ആ സ്ഥലത്തു നിന്നും ഒഴിപ്പിക്കേണ്ടി വന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള ഒരു ഒഴിപ്പിക്കലിലേക്ക്, ആശുപത്രി ഒന്നടങ്കം ഒഴിപ്പിക്കലിലേക്കും കാര്യങ്ങൾ വന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും മറ്റ് നിലകളിലെ, അതായത് 2ാം നിലയിലെയും 3ാം നിലയിലെയും 4ാം നിലയിലെയും ഒക്കെ രോഗികളെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ നേരത്തെ നമ്മളോട് രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം പറഞ്ഞത് അങ്ങനെയാണ്. ആദ്യം കാര്യമില്ല, ആശുപത്രി അധികൃതർ തന്നെ പോകേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് തങ്ങളെ താഴേക്ക് മാറ്റിയിരുന്നു. പക്ഷേ രോഗികളൊക്കെ അതത് വാർഡുകളിൽ അല്ലെങ്കിൽ ചികിത്സയിരിക്കുന്ന അതത് സ്ഥലങ്ങളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും തീപിടുത്തം ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയത്തിലാണ്. ഒരു തീ പോലും ഇപ്പോൾ ആ മുറിയിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. രഞ്ജിത്ത്, തൽക്കാലം യാതൊരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ആശുപത്രിയുടെ പ്രവർത്തനം പതിവ് പോലെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രി ICUയിലും മറ്റും നിരവധി ഗുരുതരമായ അവസ്ഥയിലുള്ള രോഗികളുമൊക്കെ ചികിത്സയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ പെട്ടെന്ന് ഇത്തരം സംഭവം ഉണ്ടായാൽ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ്. ഭാഗ്യം പോലെ അത്തരം പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. മറ്റ് ബിൽഡിങ്ങുകളിലേക്കൊന്നും തീ പടർന്നു പിടിച്ചില്ല. 8ാം 9ാം നിലയിലുണ്ടായ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. അല്പനേരം ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പരിഭ്രാന്തി ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. പക്ഷേ അപ്പോഴും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി തന്നെയാണ് അധികാരികൾ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് നീക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്, പ്രശ്നങ്ങളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പൂർണ്ണമായും ആശുപത്രി അധികൃതരും ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെ പ്രധാനമാണ്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത്തരമൊരു ഭീതി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. അനീഷ്, ഈ ആശുപത്രിയുടെ പ്രവർത്തനം നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് രോഗികളൊക്കെ ഉള്ളൊരു ആശുപത്രിയാണ്. അത് പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ? രഞ്ജിത്ത്, മലബാറിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികൾ, സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലൊന്നാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ.
മലബാറിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായി രോഗികൾ എത്തുന്ന ഒരു സ്ഥലം. മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെ ആളുകൾ ഒരുപാടായി എത്തുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും വിദേശികളായ രോഗികൾ പോലും ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ആശുപത്രിയിലാണ് ഇത്തരമൊരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വലിയ തീപിടുത്തം അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യം എന്ന് ആണ് നമുക്ക് തോന്നിയത്. പക്ഷേ അത് വളരെ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയ ഒരു ആശ്വാസമുള്ള ഒരു കാര്യം. പക്ഷേ കൂടുതൽ അത്യാഹിതങ്ങളില്ലാതെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയിരുന്നു. ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് വരികയാണ്. അറിയില്ല, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മറ്റു അപകടങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു ആശ്വാസം. പക്ഷേ ആദ്യം കണ്ട കാഴ്ച വെച്ച് നോക്കിയാൽ വലിയ ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ പുകപടലുകൾ കാണും ദൃശ്യമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ടെക്നിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന AC-യുടെ ഏരിയയിലാണെന്നാണ് പറഞ്ഞത്. അവിടെ ആളുകൾക്കൊന്നും അപകടമില്ല. ആ നിലയിലുള്ള രോഗികൾ അവർ നേരത്തെ മാറ്റിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് അറിയുന്നത്. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, നിയന്ത്രണ വിധേയമാണ്. അല്ല, ഇപ്പൊ നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം അനുസരിച്ചിട്ട് ഒരു AC ചില്ലർ പ്ലാന്റിലെ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്നാണ്. ബാക്കി വിശദമായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല. എന്തോ ഇല്ല, ഈ ഫ്ലോറിൽ രോഗികളില്ലായിരുന്നു എന്നാണ് അറിഞ്ഞത്. 8th ഫ്ലോറിൽ അവരൊരു പ്രിക്കോഷണറി മെഷർ അവർ 6th ഫ്ലോറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ശരി, പോയിട്ടോ. അനീഷ് അവിടെ തുടരുന്നുണ്ട്. വിശദാംശങ്ങൾ കുറച്ചുകൂടി നമുക്ക് തൽക്കാലം ആശ്വാസകരമായ വിവരം തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. ആശുപത്രി അധികൃതർ, ജില്ലാ അധികാരികൾ, ജനപ്രതിനിധികളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്.